രാത്രി ലൈവില് ജിൻഡോ, ജാസ്മിൻ, അഭിഷേക്, നന്ദന, നോറ എല്ലാവരും ഇരുന്നിട്ട് പീപ്പിൾസ് റൂമിൽ ഇരുന്നിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ജാസ്മിൻ പറയുന്നുണ്ട്, അവിടെ യൂട്യൂബ് ചാനലിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് പുറത്തിറങ്ങിയതിന് ശേഷം വീഡിയോ ഇടുന്നതിന്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പൊ നന്ദനേനെ കൂട്ടിയിട്ട് ഒരു വ്ളോഗ് ചെയ്യണമെന്ന് പറയുന്നുണ്ട് അവിടെ ജാസ്മിൻ. അപ്പൊ സായി പറയുന്നുണ്ട്, നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ചെയ്യാം. അപ്പൊ നമ്മൾ രണ്ടുപേരും മേയറിലായിരിക്കും, ഏലി യാതൊരു സംശയവും വേണ്ട എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജിൻഡോ ചോദിക്കുന്നുണ്ട്, അപ്പൊ എന്നെ കൂട്ടില്ലേ നീ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ജാസ്മിൻ പറയുന്നുണ്ട്, പിന്നല്ലാതെ ഈ പുറത്തിറങ്ങിയതിന് ശേഷം ഞാൻ കോണ്ടാക്ട് ചെയ്യാനും സംസാരിക്കാനും ഒക്കെ ശ്രമിക്കും. ആ സമയത്തെങ്ങാനും നിങ്ങൾ എൻ്റെ അടുത്ത് സംസാരിക്കാതിരിക്കുകയോ എന്നെ അവോയ്ഡ് ചെയ്യുകയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞ മനുഷ്യ, ഞാൻ വീഡിയോ ഓണാക്കും, നിങ്ങളെക്കുറിച്ചുള്ള കുറ്റങ്ങൾ മുഴുവൻ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും. മര്യാദയ്ക്ക് എൻ്റെ അടുത്ത് മിണ്ടിയില്ല, കൂട്ടുകൂടിയില്ല ഞാൻ ജാസ്മിൻ അവിടെ ഇരുന്ന് പറയുന്നുണ്ട്. അപ്പൊ ജിൻഡോ പറയുന്നത്, നേരം ഉണ്ടെങ്കിൽ അപ്പോഴും ആലോചിക്കാം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പൊ സായി പറയുന്നുണ്ട്, പുറത്തിറങ്ങി കഴിഞ്ഞാൽ ജിൻഡോ എങ്ങനെ ആയിരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ജാസ്മിൻ പറയുന്നുണ്ട്, അന്ന് എൻ്റെ അടുത്ത് 3 മണിക്കൂർ ഇരുന്ന് സംസാരിച്ചു എന്ന് പറഞ്ഞില്ലേ ജിൻഡോ, ആ സമയത്ത് എൻ്റെ അടുത്ത് ജിൻഡോ ചേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ വീട്ടിലെ ആരോടും എനിക്ക് സ്നേഹമില്ല എന്നൊരു കാര്യം പറഞ്ഞിരുന്നു, ആത്മാർത്ഥമായ സ്നേഹമില്ല എന്നൊരു കാര്യം പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ നോറ ചോദിക്കുന്നുണ്ടായിരുന്നു ജിൻഡോന്റെ അടുത്ത്, അപ്പൊ എങ്ങനെ ജിൻഡോ ചേട്ടൻ ഇവിടുന്ന് ഓരോരുത്തർ പോകുമ്പോഴും ജിൻഡോ കരഞ്ഞിരുന്നത്, ഇവിടെ ആരുടെ സ്നേഹമില്ലെങ്കിൽ എങ്ങനെയാണ് പിന്നെ കരച്ചിലൊക്കെ വന്നിരുന്നത് എന്ന് നോറ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ജിൻഡോ പറയുന്നുണ്ട്, എനിക്കിവിടെ ആത്മാർത്ഥമായിട്ട് ആരുടെ സ്നേഹവുമില്ല സ്നേഹവുമില്ല, പുറത്തിറങ്ങിയതിന് ശേഷം മാത്രമേ എനിക്ക് ആത്മാർത്ഥ ഫ്രണ്ട്ഷിപ്പാണോ സ്നേഹമാണോ എന്നൊക്കെ എനിക്ക് തീരുമാനിക്കാനായിട്ട് സാധിക്കുള്ളൂ എന്ന് ജിൻഡോ അവിടെ പറയുന്നുണ്ട്. അപ്പൊ അതെങ്ങനെയാണ് ശരിയാവുന്നത്, ഇവിടെ വെച്ച് നമ്മൾ ഫ്രണ്ട്ഷിപ്പ് ആയാലല്ലേ പുറത്തിറങ്ങിയാലും അത് ഉണ്ടാവുള്ളൂ എന്നൊക്കെ ജാസ്മിൻ ചോദിക്കുന്നുണ്ട്. അപ്പൊ അവിടെ സായി പറയുന്നുണ്ട്, പുറത്തിറങ്ങി കഴിഞ്ഞാൽ ജിൻഡോയ്ക്ക് ഒരൊറ്റ ക്യാരക്ടറേ ഉള്ളൂ, ഇപ്പൊ കാണുന്നതും ഇതൊന്നും നമ്മൾ നോക്കണ്ട, പുറത്തിറങ്ങിയ ജിൻഡോയ്ക്ക്, അപ്പൊ പിന്നെ ആരോടും മിണ്ടാനും മൈൻഡ് ചെയ്യാനൊന്നും ജിൻഡോയ്ക്ക് നേരെ ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ അവിടെ സായി പറയുന്നുണ്ട്. അപ്പൊ ജിൻഡോ പറയുന്നത് ഇതാണ്, സായിക്ക് എന്നെ കുറിച്ച് അറിയാം, എനിക്ക് ഈ ഫ്രണ്ട്ഷിപ്പ് ഒന്നും കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാനുള്ള നേരം ഉണ്ടാവില്ല എന്നുള്ളത് എന്നെ കുറിച്ച് നല്ല വ്യക്തമായ ധാരണയുള്ള ആളാണ് സായി. എന്തായാലും പുറത്തിറങ്ങിയതിന് ശേഷം നമുക്ക് തീരുമാനിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ജാസ്മിൻ അവിടെ കിടന്ന് കലിപ്പിളക്കിയിട്ട് പറയുന്നുണ്ട്, ഇവിടെ എല്ലാവരുമായിട്ട് ഞാൻ കോൺടാക്ട് വെക്കാനായിട്ട് ശ്രമിക്കാം, എൻ്റെ അടുത്ത് മിണ്ടിയില്ല, എന്നെ മൈൻഡ് ചെയ്തില്ല എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അപ്പം ശരിയാക്കി തരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജാസ്മിൻ അവിടെ വഴക്കിടുന്നുണ്ടായിരുന്നു.